കുഞ്ഞിൻ്റെ തെറാപ്പി എപ്പം നിർത്താൻ പറ്റും? അതിന് ഒരേ ഒരു മറുപടിയാണുള്ളത്, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. ഒന്ന്, കുഞ്ഞിൻ്റെ ദൈനംദിന ജീവിതചര്യകൾ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ബ്രഷ് ചെയ്യാൻ, കുളിക്കാൻ, അവൻ്റെ ഡ്രസ്സ് അടുക്കി വെക്കാൻ, ഭക്ഷണം കഴിക്കാൻ, തന്നെ ടോയ്ലറ്റിൽ പോകാൻ, ഇതെല്ലാം പ്രായത്തിനനുസരിച്ച് നേടിയെടുത്തോ. 2, കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കോഗ്നിറ്റീവ് ആൻഡ് അക്കാഡമിക് ഡെവലപ്മെൻറ്റ്. അവൻ 6 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ 6 വയസ്സിനുള്ള കാര്യങ്ങൾ അവൻ എഴുതാനും പഠിക്കാനും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാനുള്ള കഴിവ് അച്ചീവ് ചെയ്യും. അടുത്തത് സോഷ്യൽ സ്കിൽസ്. കുഞ്ഞിൻ്റെ സമപ്രായക്കാരോടൊപ്പം കൂട്ടുകൂടാനും ഇടപെടാനും ക്ലാസ്സിൽ നന്നായിട്ട് പെരുമാറുവാനുള്ള കഴിവുകൾ കുഞ്ഞ് നേടിയെടുക്കും. അടുത്ത കാര്യം, കുഞ്ഞ് സാമൂഹികമായിട്ടും അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള റോൾ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യാനുള്ള ഇൻഡിപെൻഡൻസ് ആയി എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തെറാപ്പി നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അതുവരെയും കാത്തിരിക്കണോ? ഇതെല്ലാം കിട്ടിയാലേ നമുക്ക് തെറാപ്പി നിർത്താൻ പറ്റുള്ളൂ? അങ്ങനെയല്ല. കുഞ്ഞ് പടിപടിയായി പുരോഗതി നേടിയെടുക്കുന്നതിനനുസരിച്ച് തെറാപ്പിയുടെ ഫ്രീക്വൻസി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഓൾ ഓഫ് എ സഡൻ നമ്മൾ തെറാപ്പി നിർത്തേണ്ട കാര്യമില്ല. 80% കാര്യങ്ങൾ തെറാപ്പിയിലൂടെ പഠിച്ചാൽ ബാക്കിയുള്ള 20% കാര്യങ്ങൾ കുഞ്ഞിന് ദൈനംദിന ജീവിതത്തിലും സ്കൂളിലും അവൻ്റെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലുള്ള പാർട്ടിസിപ്പേഷൻ നമ്മൾ പേരൻസ് ഉറപ്പാക്കേണ്ടതാണ്. തെറാപ്പിക്ക് പോകുന്നതിനോടൊപ്പം കുഞ്ഞിനെ സ്കൂളിൽ ഇരുത്തണം. 1-2 മണിക്കൂറോ സമപ്രായക്കാരോടൊപ്പം സ്കൂളിൽ ഇരിക്കാനുള്ള അവകാശം കുഞ്ഞിന് കൊടുക്കണം. നമ്മൾ തെറാപ്പിക്ക് പോയി തിരിച്ച് വീട്ടിൽ വരിക എന്നുള്ളത് മാത്രമല്ല, തെറാപ്പിക്ക് പോയതിനു ശേഷം ആ കുട്ടി ഒരു 6 വയസ്സുകാരൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്? ചിലപ്പോൾ സൈക്കിള് ചവിട്ടേണ്ടി വരും, ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും, വീട്ടിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവനെ ചെയ്യാനായിട്ട് അവനെ എൻഗേജ് ചെയ്യിക്കേണ്ടി വരും പേരൻറ്റ്. അതുപോലെ സ്വിമ്മിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദ ഹോൾ ഡേ കുഞ്ഞിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് കുഞ്ഞിന് കിട്ടുന്നുണ്ടെന്നുള്ളത് പേരൻസ് ഉറപ്പുവരുത്താം. എന്നാൽ മാത്രമേ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും നമുക്ക് തെറാപ്പിയോടൊപ്പം നമുക്ക് മുഖ്യധാരയിൽ എത്തിക്കാൻ പേരൻസിന് കഴിയുള്ളൂ.